സെന്ററിൽ നിന്ന് പരിപാടി അവതരിപ്പിക്കാൻ എന്തൊരു അടിപൊളി സൂപ്പർ. ചേട്ടാ ഒരാളൂടെ ഉണ്ടായിരുന്നല്ലോ, ഒരു ചേട്ടനൂടെ ഉണ്ടായിരുന്നു. അവനെ ഞാൻ പണയം വെച്ചു. എവിടെ? ഒരു ഹോട്ടലിൽ പോയിട്ട് പൈസ ഇല്ലാത്തോണ്ട് അവൻ പണയം വെച്ചു. അവൻ വേണ്ട ഇവിടെ ഈ ഷോയ്ക്ക്. അവന്റെ ആവശ്യം എന്താ ഇവിടെ? ഇല്ലേ ബ്രോ? ഞാൻ ഒറ്റയ്ക്ക് പോരെ ഗൈസ്, പോരെ എന്ന് കൈയടിക്കൂ പ്ലീസ്. അതായത് എന്താ ഇത്? എന്ത് വൃത്തികേടാണ് ഇന്ദ്രജ്, കൈലാഷ്, യവനെ മര്യാദയില്ലെന്ന് പറയാം. നിങ്ങൾ ഇത് കാണിക്കാവോ? ഇത്ര നേരമായിട്ട് നിന്നെ നേരത്തെ എത്ര നേരമായിട്ട് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നറിയോ? ഒരു മിനിറ്റ്, ഒരു മര്യാദ വേണം. ഒരു ഷോ ഒക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇത്ര ആൾക്കാർ നിന്നെ കാണാനല്ലേ ഇവിടെ കാത്തിരുന്നേ. ഞാനാണെങ്കിൽ നീ ഇല്ലാതെ വിഷമിച്ചിരിക്കരുത്. ഞാൻ കണ്ട് നല്ല രസം. അങ്ങനെയല്ല ഞാൻ പറഞ്ഞ അളിയാ, നടുക്ക് നീ ഇല്ലാതെ ഇരിക്കുക എന്തൊരു സങ്കടം എന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടെണ്ണത്തിനെ കിട്ടിയപ്പോ നിനക്ക് നമ്മളെ വേണ്ട. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തിനാണ് പോയെന്നറിയാമോ? കേക്കട്ടെ. തിരുമാന്താംകുന്ന് ദേവീക്ഷേത്രം, നീർപുത്തൂർ ശിവക്ഷേത്രം, നീ ഇവിടെ അരക്കുപറമ്പ് വെളിങ്ങോട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രം, ഇത്രയും സ്ഥലങ്ങളിൽ എന്തിനാണ് ഞാൻ പോയത്? നമ്മുടെ ഷോ വിജയിക്കാൻ മച്ചമ്പി. ആണല്ലേ? എന്നാ നമുക്ക് സന്തോഷം. സോ പ്രിയപ്പെട്ട സൂര്യ ടി വി പ്രേക്ഷകരെ, ലോകമെമ്പാടുമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെ, ദിസ് ഈസ് MyG Future Arch Carry Va, co-branded by KSFE Harmony ചിട്ടികൾ with special partner ISSD. ഒരു ജോലിക്ക് വേണ്ടി പഠിക്കണമെങ്കിൽ ISSD യിൽ പഠിക്കൂ. And happy jam. ഇന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് ആരൊക്കെയാണ് അളിയാ? സ്വയംവര പന്തല്ലേ ഇന്ദ്രജ എനിക്കറിയാം. മറ്റേത് നമ്മുടെ ചട്ടമ്പി പാറൂലെ കൈലാഷ്. യെസ്, ഐ അണ്ടർസ്റ്റാൻഡ്. കൊച്ചു മുതലാളി, ടെക്സ്റ്റൈൽ മുതലാളിയുടെ മകൻ. അതെ പാവം കൊച്ചിനെ അവിടെ കഷ്ടപ്പെടുത്തുവാണല്ലേ? കഷ്ടപ്പെടുന്നൊന്നുമില്ല, ഞാൻ എങ്ങനെ അറിയണം? കഷ്ടപ്പെടുന്നവരെ വച്ചേക്കില്ല. ചട്ടമ്പി പാറുവേറ്റ് ചട്ടമ്പിയാണോ? അത് ശരിക്കും ചട്ടമ്പിയാണോ? ചട്ടമ്പി ഒന്നുമല്ല, പക്ഷെ ഇത്തിരി ചട്ടമ്പിത്തരൊക്കെ വേണമല്ലോ. വേണം, എന്നാലേ പിടിച്ചേക്കാൻ പറ്റൂ. ഇപ്പൊ ഭയങ്കര സ്വീറ്റ് ആണ് കാണാൻ. പക്ഷെ ഞാൻ ചോദിക്കാം, ഇത്രയും സൗന്ദര്യവും വെച്ചോണ്ട് എങ്ങനെ ഈ വില്ലത്തരൊക്കെ കാണിക്കുന്നു? പാവം കൊച്ചല്ലേ നന്ദിനി. അല്ലല്ലേ, സീനാണ്. പണി ഇനിയും കൊടുക്കാനുണ്ട്, തുടങ്ങിയിട്ടേ ഉള്ളൂ. നീ മുടങ്ങാതിരുന്ന് കാണുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ സ്വീറ്റ് പാലൊഴിഞ്ഞ. അങ്ങനെ പെരിന്തൽമണ്ണയിലെത്തി ഓറ സ്കൂളിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഒപ്പം ഈ മത്സരത്തിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്ന മിടുക്കികൾ ആരാണ് ഇന്ന് നമുക്ക് നോക്കാം. Let us all put your hands together and welcome the കിടുക്കാച്ചി മിടുക്കികൾ. Come on. നിന്റെ നൃത്തം കൂടിപ്പോയതുകൊണ്ടാണ് നേരത്തെ പാട്ട് നിർത്തിയത്. ഹലോ, ഗ്ലാഡ് ടു മീറ്റ് യു എല്ലാരെയും കേട്ടാ. തട്ടത്തിന്നറിയത്തെ പെണ്ണുങ്ങളെ, നമുക്കിപ്പോ മത്സരിക്കാനായിട്ട് ഇവിടെ ഒരു 3 പേര്, അവിടെ ഒരു 3 പേര്, ഒരു 6 പേര് വന്നിട്ടുണ്ട്. ഇവര് നമ്മൾ നേരത്തെ ഓഡിഷനിലൂടെ തിരഞ്ഞെടുത്താണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ? എല്ലാവർക്കും അറിയാം. എന്നാൽ ഇപ്പോൾ ഓഡിയൻസിന്റെ കൂട്ടത്തിൽ നിന്നും 2 പേരെ കൂടെ മത്സരിക്കാൻ ഞങ്ങൾ അവസരം നൽകുകയാണ്. വൈൽഡ് കാർഡ് എൻട്രി. അപ്പൊ ഈ സൈഡിൽ നിന്ന് ഒരാൾക്ക് വരാം, ആ സൈഡിൽ നിന്ന് ഒരാൾക്ക് വരാം. ഇടാ, ഞാൻ ഇവിടെ ഒരാളെ കണ്ട് ഇവിടെ നിന്ന് കണ്ട് എണീറ്റോ, ഓടി വന്നോ, അവിടെ ചെറിയ ഇരുന്നോ. അപ്പൊ എന്റെ ടീമിന്റെ പേര് അറിയാം, ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്, തട്ടം സിസ്റ്റേഴ്സ്. എന്റെ ടീമിന്റെ പേര് ഓറ ഗ്ലോബൽ ടീം. അപ്പൊ നിങ്ങൾക്ക് 2 പേർക്ക് ഇതിൽ നിന്ന് മത്സരിക്കാനുള്ള അവസരമുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അറിയാലോ, വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് പോയിരിക്കുന്നു. ഇനി തുടരെയുള്ള അവസരങ്ങൾ മത്സരിക്കാം. അപ്പൊ നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് 2 പേരെ സെലക്ട് ചെയ്യണം. എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യും? മറ്റേ നവരസം കൊടുത്താലാ 9 ഭാവങ്ങൾ പറയും.
അപ്പൊ 9 ഭാവങ്ങളും ഏറ്റവും നന്നായിട്ട് അഭിനയിച്ച് കാണിക്കുന്നവർക്കായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് അല്ലേ. ഫസ്റ്റ് രൗദ്രം. ശരി, അടുത്തത് ബീഭത്സം. ചേച്ചിയുടെ ചുണ്ടിന്റെ ഇടയിൽ എന്തോ ഇരിക്കും, പല്ലായിരിക്കും. ഹാസ്യം. ശൃംഗാരമാണ് ചേച്ചി. ഇതൊന്ന് നാട്ടുകാർ ഓട്ടിക്കും, അങ്ങോട്ട് ശൃംഗരിക്കും. ഭർത്താവിന് മുമ്പിൽ പഞ്ചാര അടിക്കുന്നത് എങ്ങനെ? ശൃംഗാരം വരട്ടെ. ഇത് നമ്മള് ഈ വയറിളക്കത്തിനുള്ള മരുന്ന് കഴിച്ചിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ്. അടുത്തത് വൈക്ലഭ്യം. അതാണ്ട് അവനെ നോക്കിയാ മതി, എളുപ്പം. ഇനി കലിപ്പ്. എന്നെ നോക്കണം. പ്രേമം. ഈ സൈഡിൽ സുനില ഓക്കെയാണ്. ഇന്ദ്രജ് ഓക്കെ അല്ലേ? സുനില ഓക്കെ അല്ലേ? അങ്ങനെ നമ്മുടെ 2 കണ്ടസ്റ്റൻസ് എത്തിയിരിക്കുകയാണ്. എന്റെ ഒപ്പമുള്ളത് എന്റെ സ്വന്തം സുനില. സുനില എന്ത് ചെയ്യുന്നു സുനില? ഞാനിവിടെ ഞാനായിട്ട് വർക്ക് ചെയ്യും. സുനിലക്ക് നല്ലൊരു കൈ അടിക്കൊണ്ടു. ഇല്ല, വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, മക്കൾ, അനിയൻ, അനിയത്തി. എവിടെ അവരൊക്കെ? അച്ഛനും അമ്മയും മക്കളും അവിടെ ഉണ്ട്. അതെ, സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി വന്നല്ലേ ലോറിയിൽ നിന്ന്? എല്ലാം കൂടെ ഒരുമിച്ചെടുക്കാൻ മോക്ക് പാടായത് കൊണ്ട് ഓരോന്ന് 2 പേര് കയ്യിൽ വെച്ച് ഗുഡ്സ്. അച്ഛാ, അപ്പുറത്ത് പോയിട്ട് കുറച്ച് ജൂഡിയങ്കാരെ കൂടെ വിളിച്ചോ, ഇതെല്ലാം കൂടെ എടുക്കാൻ നമുക്ക് പറ്റില്ല. എന്താ ചെയ്യുന്നത്? ഞാൻ ഇപ്പൊ മേക്കപ്പ് അക്കാഡമിയാണ്, പഠിപ്പിക്കാണ്. അക്കാഡമി നടത്തുകയാണ് മേക്കപ്പിന്റെ? അടിപൊളി തന്നെ. ശരി, ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് 5000 രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങൾക്കുള്ള ലെവലാണ്. ഒരു എയർ ഫ്രയറും ഒരു അയൺ ബോക്സും. തേപ്പ് പെട്ടി. അളിയ, ഇതെന്ത് പരിപാടി? നാടകമോ, കഥകളിയോ, എന്താണ്? എനിക്കറിയാം നീ ചളി അടിക്കുമെന്ന്. ഈ ഗെയിമിന് ഞങ്ങൾ ഇട്ടിരിക്കുന്ന പേര് ഹാർട്ട് അറ്റാക്ക് അല്ല, മാത്ത് അറ്റാക്ക്. മാത്ത് അറ്റാക്ക്. കുറച്ച് കണക്കുകൾ ഈ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. 60 സെക്കൻഡ് സമയത്തിനുള്ളിൽ ഈ കണക്കുകളൊക്കെ ആരാണോ കൃത്യമായിട്ട് സോൾവ് ചെയ്യുന്നത് അവരായിരിക്കും വിജയിക്കുന്നത്. വളരെ സിമ്പിൾ. റെഡി? 3, 2, 1. ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ 10 എത്ര? സെക്കൻഡ് ഉണ്ട്, ഞങ്ങൾ എഴുതട്ടെ. ഞാൻ പോട്ടെ. 60 സെക്കൻഡ് ഒക്കെ കഴിഞ്ഞ് അവിടെ വല്ലതും പോയി നിക്ക്. അല്ല, ഞാൻ അറിയണ്ടേ, മാക്സ് ഒക്കെ തന്നാലോ? സങ്കടം. വരൂ. ടീച്ചറെ, എല്ലാം ശരി തന്നെയല്ലേ? ടീച്ചറിന്റെ സബ്ജക്ട് ഏതാ? സയൻസ് ആണ്. സംശയം ഉണ്ടെങ്കിൽ മാത്സ് ടീച്ചറിനെ വിളിക്കും. മാത്സ് ടീച്ചറിന്റെ ഹെൽപ്പ് വേണോന്ന് പറയുന്നു. കൊടുക്കണോ? എന്റെ വനജ ടീച്ചറേ വാ. നാല് 4 out of 4. എഴുതി 2 ശരിയല്ലേ? അപ്പൊ ടീച്ചേഴ്സിന് നല്ലൊരു കൈയ്യടി കൊടുക്കൂ. താങ്ക് യു ടീച്ചർ. ടീച്ചറിനും നമ്മുടെ മാത്സ് ടീച്ചറിനും താങ്ക് യു. അങ്ങനെ ഓറ ഗ്ലോബൽ സ്കൂളിലെ കണക്ക് മത്സരത്തിൽ എതിർ ടീമായ സുനിലയും സിവിനെയും കൈലാഷിനെയും തോപ്പിച്ചുകൊണ്ട് നമ്മുടെ ടീമായ ഇന്ദ്രജ, സിതാര, വിജയ് ടീം ഇതാ വിജയിച്ചിരിക്കുകയാണ് മക്കളെ, വിജയിച്ചിരിക്കുന്നു. പിന്നെ എന്റെ ഭാഗത്തുനിന്ന് ഒരു കരുണയുണ്ട്. സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്ക് പറയാം. നമ്മുടെ സിതാരയ്ക്ക് കിട്ടുന്ന പറഞ്ഞോ. സിതാരയ്ക്ക് കിട്ടുന്ന 5000 രൂപ വിലയുള്ള സിതാരയ്ക്ക് കിട്ടുന്ന 5000 രൂപ വിലയുള്ള എയർ ഫ്രയറും പിന്നെ നീ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന തേപ്പൊട്ടി. എന്താ പറയാ? അത്രയും മാക്സ് അറിയണ ഞാനാണെങ്കിൽ ഇവിടെ ഞാനായിട്ട് വർക്ക് ചെയ്യോ? ടീച്ചറായിട്ട് വർക്ക് ചെയ്താ പോരെ? മത്സരം ഡിസൈൻ ചെയ്തത് ഇവനാണ്. ഇവനെ LKG ഒരു കാര്യം അറിയാവുന്ന കാര്യം, ഇവ ഒരു LKG കുട്ടിയാണ്. ഇവനെ ഒന്ന് നന്നായിട്ട് ലാളിച്ചേ നോക്കട്ടെ. കാണട്ടെ, ഫസ്റ്റ് ഡേ സ്കൂളിലാണ്, ജൂൺ 1-ാം തീയതി വന്നതാണ്. കാര്യമില്ലടാ, ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഒക്കെ അയ്യോ മോനെ, സ്കൂളാണ്.
അപ്പൊ നമുക്ക് രണ്ടാമത്തെ ലെവലിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളെ കണ്ടോണ്ടിരിക്കുന്ന ഓഡിയൻസിന്റെ അടുത്ത് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചാലോ അളിയാ? ഡെഫിനറ്റ്ലി. ചട്ടമ്പി പാറു എന്ന സീരിയൽ ആ ഗ്രാമത്തിൽ പാറുവിന്റെ കുട്ടിക്കൂട്ടുകാർ ആരൊക്കെയാണ്? അമ്പാടി. അമ്പാടി. അമ്പാടി കറക്റ്റ് ആൻസർ. അമ്പാടിക്ക് ലഭിക്കുന്നു സമ്മാനം. ഡീപ്പോൾ കാർ ഷംപു നൽകുന്ന ഒരു കിടിലം സമ്മാനമാണ് അമ്മയ്ക്ക് കിട്ടുന്നത്. സ്വയംവര പന്തൽ സീരിയലില് സൂര്യയുടെ ജോലി എന്താണ്? ബിസിനസ് കറക്റ്റ് ആൻസർ ആണ്. ഫാം ഹൗസ് മിൽക്ക് ആൻഡ് കർഡ് നൽകുന്ന ഒരു സമ്മാനമാണ്. കൈലാശേ, എന്തോ നിനക്ക് പാറുവിനെ ഭയങ്കര ഇഷ്ടമല്ലേ? പിന്നെ നീ എപ്പോഴാണ് ഇനി അവളെ പ്രപ്പോസ് ചെയ്യാൻ പോണത്? എന്തായാലും ഉടൻ തന്നെ ഉണ്ടാവും. ഉടൻ തന്നെ ഉണ്ടാവും. ഞങ്ങൾ എല്ലാരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. അപ്പൊ നമുക്ക് ലെവൽ 2 മത്സരത്തിൽ പോയാലോ? 15,000 രൂപയുടെ സമ്മാനമാണ് ലെവൽ 2 കിട്ടാൻ പോകുന്നത്. 15,000 രൂപയ്ക്ക് കിട്ടാൻ പോകുന്നത് വാട്ടർ പ്യൂരിഫയർ, മിക്സി, കെറ്റിൽ, എയർ ഫ്രയർ, പിന്നെ അയൺ ബോക്സ്. അങ്ങനെ 5 സമ്മാനങ്ങളാണ് ലഭിക്കാൻ for 15,000 rupees. ലെവൽ 2 ഗെയിം ഫോർ 15,000 rupees. ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാണികളിൽ നിന്ന് ഒരാളെ നമ്മൾ തിരഞ്ഞെടുത്ത് അവിടെ സീറ്റ് ഇരുത്തും. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്ന ലിപ്സ്റ്റിക്കും പൗഡറും റിബണും മറ്റ് സംഭവങ്ങളും പൊട്ടും എല്ലാം വെച്ച് അവരെ നല്ല സുന്ദരിയായിട്ട് ഒരുക്കി എടുക്കണം. നാനേ മേക്കപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ബ്ലൈൻഡ് ഫോൾഡ് ധരിക്കണം. ആ കൊച്ചിനെ ഇപ്പൊ ഒന്ന് ഞാൻ നേരെ കണ്ടോട്ട്. ഞാനീ കൈവച്ചതിന് ശേഷം ഇതെങ്ങനെ ഇരിക്കുമോ എന്തോ. ഞാനീ ഇതിനൊക്കെ കടുത്ത ചുട്ട ഭാഷയിൽ മറുപടി കൊടുക്കണം. 60 സെക്കൻഡ് ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട് നൗ. തുടങ്ങിയോ. അതൊക്കെ JCB പോലത്തെ കൈയിട്ട് വാതാ കൊച്ചിനെ. പതുക്കെ ചെയ്താൽ മതി, സമയം എടുത്ത് ചെയ്ത്. അങ്ങനെയല്ല, അത് പിന്നീട് ശരിയല്ല. ഇതല്ല ഈ കളർ മാറിപ്പോയി. എടാ പോടാ. സെലിബ്രിറ്റി ഒറ്റ ഇടി അടിച്ചില്ല കേട്ടോ ഞാൻ അങ്ങോട്ട്. ഇനി മര്യാദ ഒന്നും ഇല്ല. അയ്യോ കണ്ണി വെച്ച് കുത്തണേ ആ കൊച്ചിന്റെ. നീ തിരിച്ച് പോടാ, ഒരു കുഴപ്പമില്ല. എന്റെ കൊച്ചിന് കറക്റ്റ് ആണ്. പൊട്ട് കറക്റ്റ്. ടൈം കഴിഞ്ഞു. അയ്യേ, ഇത് ആര്? ഈ മോളുടെ അമ്മയുടെ ഉണ്ടോ? എന്റെ അമ്മയാണ് ഈ നിൽക്കുന്ന അമ്മ. അമ്മയാണോ? വന്നിട്ടില്ല. അമ്മയെടുത്തൊരു ഫോട്ടോ എടുത്തിട്ട് ചോദിക്കണേ, ഇത് അമ്മ ഞാൻ തന്നെയാണോ? കൈലാഷം, ഇന്ദ്രജയ രണ്ടുപേരെയും പ്ലീസ്, രണ്ടുപേരും കൂടെ ചേർന്ന് പേര് പറഞ്ഞോ. ആരാ ചേച്ചേ? നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാല് കണക്കല്ലാതെ നീ വേറെ എന്ത് പരിപാടി കൊണ്ടുവന്നാലും എന്റെ സുനില 6 അടിച്ചേ അടങ്ങത്തുള്ളൂ. സുനിലക്ക് നല്ലൊരു കയ്യടി. ഒരു വണ്ടി നിറയെ 15,000 രൂപയുടെ സമ്മാനങ്ങളുമായി ഇപ്പോൾ ഈ മത്സരത്തിൽ മുമ്പിട്ട് നിൽക്കുന്നു സുനില. അപ്പൊ KSFE ഹാർമോണി ചിട്ടികളിൽ ഉടൻ തന്നെ ഓടിപ്പോയി ജോയിൻ ചെയ്യുക. കാര്യം ആദ്യം ജോയിൻ ചെയ്യുന്ന 100 പേർക്ക് ലഭിക്കുന്നു ബമ്പർ സമ്മാനമായ ഒരു സിംഗപ്പൂർ യാത്ര. ഐമൻ മറിയം. പേരെന്താ? നല്ലൊരു കൈയടി. താങ്ക് യു സോ മച്ച്. ഇന്ദ്രജ, ഇതൊക്കെ പറയുവാണെങ്കിലേ നമ്മുടെ അമ്മയുണ്ടല്ലോ നന്ദിനിയെ മരുമകളായിട്ട് അംഗീകരിച്ച ഇന്ദ്രജ എന്ത് ചെയ്യും? വലിയൊരു അട്ട. ഒരിക്കലും നടക്കൂല. ഞാൻ സമ്മതിക്കില്ലല്ലോ. സമ്മതിക്കൂലേ? ഞാനും എന്റെ ഭർത്താവും എന്റെ അനിയത്തിയും അഘോരാത്രം പരിശ്രമിച്ചോണ്ടിരിക്കുക നടക്കാതിരിക്കാൻ. അതെ, വിജയിക്കുമോ അത്? പിന്നല്ലാതെ ഉറപ്പാണ്. ഞങ്ങള് വിജയിച്ച ചരിത്രമേ വിജയിക്കണ യാതൊരു ചാൻസും ഇല്ല. ഒരു ചാൻസ്. വിശ്വാസം നല്ലതല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലെവൽ 3ലേക്ക് പോകാം. ലെവൽ 3 എത്ര രൂപയുടെ സമ്മാനമാണ് അളിയ ലഭിക്കാൻ പോകുന്നത്? 30,000 രൂപ വില മതിക്കുന്ന സമ്മാനങ്ങളാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് കുലുക്കി സർബത്ത്. അപ്പൊ 60 സെക്കൻഡ് കൊണ്ട് ഏറ്റവും നന്നായിട്ട് കുലുക്കി സർബത്ത് ചെയ്ത് നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജസ് അത് ജഡ്ജ് ചെയ്യും. അവരായിരിക്കും വിജയിക്കാൻ പോകുന്നത്. അട്ടക്കുളങ്ങര ജംഗ്ഷനിലെ ദിനേശ് അണ്ണനേക്കാളും അടിപൊളി മധുരമുള്ള കുലുക്കി സർബത്ത് അടിക്കുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി മത്സരം ആരംഭിക്കുന്നു. 3, 2, 1 ആണി അങ്ങോട്ട് നല്ല ആവശ്യത്തോടു കൂടി പിഴിയുന്നു. അതെ, അതിനിടയ്ക്ക് അവിടെ വിടുന്നു, പിഴിയുന്നു. നമ്മള് കൈവച്ച് പിഴിഞ്ഞിടുവടാ. നാരങ്ങയൊക്കെ തെറച്ച് തെക്കോട്ടും വടക്കോട്ടും വേണം കേട്ടാ. നമ്മുടെ ജഡ്ജ് ആണെങ്കിലും സത്യം ഷുഗറിന്റെ അസുഖം വരുമെന്നാണ് തോന്നുന്നത്.
നല്ല കുലുക്കി തന്നെ അടിക്കണം കേട്ടോ, കലക്കാൻ കുലുക്ക് പറ്റില്ല. സർബത്ത് അറിയാലോ ചെയ്യുന്നത്. കുലുക്കണം, മറ്റേ കുലുക്കണം. അടി 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 അങ്ങോട്ട് കുലുക്ക്. ഇങ്ങനെ ഇങ്ങനെ കറക്കി. 8 7 6 5 4 3 2 1 0. കേരള സമൂഹമേ, നിങ്ങൾ ഞെട്ടുക ഇവൻ കാണിച്ച ഈ ചെറ്റത്തരം കണ്ടു. നീ ഇതിനകത്തോട്ട് അവസാന നിമിഷം ഒരു മുളകിടുന്നത് ഞാൻ കണ്ടു, നിങ്ങൾ കണ്ടോ? ആരും കണ്ടില്ല. കണ്ടല്ലോ. ഓൾറെഡി മുളക് അതിലുണ്ട്. ആണല്ലേ? മുളക് പക്ഷേ കുലുക്കി സർബത്ത് കിടന്നില്ലല്ലേ? പ്രസന്റേഷൻ ഒരു ഘടകമാണ്. ആ നിലവിളി ശബ്ദം ഇട്ട വണ്ടി വിളിക്കൂ. മതി, ഓക്കെ അല്ലേ? അതൊന്ന് കയ്യിൽ വെച്ചോ. സത്യം പറയണം, സത്യം പറയണം. അല്ലല്ല, അതുകൂടി കുടിക്കണം. ആ, ആ, അതുകൂടി കുടിച്ചാലേ എനിക്ക് പറയാൻ പറ്റൂ. ഇനി അത് കുടിച്ചേ. എടേ സത്യം സത്യമായിട്ട് പറയണം. നീ വിട്ടെ. വിടാ. അല്ല അവര് പറയട്ടെ. അവര് പറയട്ടെ. പറയാൻ ജയിച്ച് സുനില ജയിച്ച്. എന്തായാലും സുനില ചേച്ചിക്ക് ലഭിക്കുന്ന 30,000 രൂപ ലഭിക്കുന്ന സമ്മാനങ്ങൾ. രണ്ടാമത്തെ മത്സരത്തിലും മൂന്നാമത്തെ മത്സരത്തിലും മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് ഒരു വാഷിംഗ് മെഷീൻ, ഒരു കെറ്റില്, ഒരു എയർ ഫ്രയർ, ഒരു അയൺ ബോക്സ്, ഒരു എന്തൊക്കെയോ ഇതെല്ലാം കൂടെ ചേർന്ന് 30,000 രൂപീസ് സുനില. ഇതൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നാരങ്ങയൊക്കെ നല്ല ബ്ലിസ്ക് ബ്ലിസ്ക് എന്ന് പിഴിഞ്ഞെടുക്കുമെന്ന്. ഞാൻ വിചാരിച്ചു കുറച്ച് നല്ല നല്ല പ്ലേ ഉണ്ടാവുന്നു. വെള്ളരിക്ക അരിഞ്ഞിട്ട് ഇങ്ങനെ കണ്ണിലേക്ക് അതൊക്കെ ചെയ്യാം. അപ്പൊ മലക്കറി സൂപ്പറാണ്. അപ്പൊ മഞ്ഞക്കറി വേറെ നല്ല ബ്രേക്ക് ഇട്, ഡാൻസ് ഇട്. ഡാൻസ് ഇടാൻ എന്നൊരു പാട്ട് എടുത്ത് ചേച്ചി ഡാൻസ് കളിക്കട്ടെ. നല്ല സൂപ്പർ ഡാൻസ്. മാമധുര അന്നക്കൊടി മാമദിനി അന്നരടി മരുദ മച്ചു അന്നക്കൊടി മാമദിനി നല്ല അടി. ആടിപ്പോളി എന്റെ സിതാര കണ്ട ഡാൻസ് മത്സരം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ അളിയാ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ എത്ര നേരമായിട്ട് ഇവിടെ കഷ്ടപ്പെട്ടിരിക്കുകയാണ് അല്ലേ? കൈയടിച്ച് ചിരിച്ച് കളിച്ച് അല്ലേ? അതെ. അപ്പൊ അവർക്കുള്ള നമ്മുടെ സമ്മാനം അങ്ങോട്ട് കൊടുത്താലോ? ഫാത്തിമ നിദ ഈസ്റ്റേണിന്റെ ഗിഫ്റ്റ് ഹാമ്പർ ആണ്. ഈസ്റ്റേൺ കറി പൗഡർ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ. ഈസ്റ്റേൺ 5 മിനിറ്റ്സ് കിടിലം ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽ ഈ കവറിലുണ്ട്. ഫാത്തിമ നിദ ഇത് ട്രൈ ചെയ്യണം. അപ്പൊ ഈ പ്രോപ്പർട്ടി കണ്ടല്ലോ നിങ്ങൾ രണ്ടുപേരും. ഇതിൽ ഒന്നിൽ നിങ്ങളുടെ ആരുടെ ഒരാളുടെ ഭാഗ്യം ഉറങ്ങിക്കിടപ്പുണ്ട്. അതായത് ഇതിനകത്ത് ഒരു ചട്ടി പൊട്ടിക്കുമ്പോൾ അതിനകത്ത് ഒന്നും ഉണ്ടാവില്ല. മറ്റേ ചട്ടിയിൽ ഇപ്പൊ നിങ്ങൾക്ക് ലഭിച്ച 30,000 രൂപയുടെ സമ്മാനങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ ജയിച്ചു നിൽക്കുന്ന സുനിലയാണ് ഇതിൽ ആരാണ് ഏത് ചട്ടിയാണ് പൊട്ടിക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത്. സുനില പൊട്ടിക്കുന്നോ അതോ നമ്മുടെ കൈലാശിനെ കൊണ്ട് പൊട്ടിക്കുന്നോ? കൈലാശി പൊട്ടിക്കും. പക്ഷെ ഏത് പൊട്ടിക്കണമെന്ന് പറയണം. അതേ പൊട്ടിക്കും കൈലാശി. അത് പൊട്ടിക്കണം. കിട്ടി. ഭാഗ്യം നമ്മളോടൊപ്പം നിന്നത് ഈ കുടത്തിന്റെ രൂപത്തിൽ 30,000 രൂപ സമ്മാനം നമ്മുടെ ടീം ഇന്ദ്രജ, വിജയ്, പിന്നെ നിങ്ങൾ എല്ലാരും ആൻഡ് സിതാര. ഇപ്പൊ ഇന്നത്തെ ദിവസം ഈ ഭാഗ്യം നിങ്ങളുടെ കൂടെ ആണെങ്കിലും നാളെ നോക്കൗട്ടാണ് അളിയാം.
സത്യത്തിൽ ഇത് രാവിലെ ആർക്കെങ്കിലും ഉറങ്ങുമ്പോൾ. കിട്ടുമോ? ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഇത് ആർക്കെങ്കിലും കിട്ടും? അതെ, ഈ മത്സരം അവസാനിക്കുമ്പോൾ ഇത് ഒരാളുടെ തലയിലാവും. മത്സരം അവസാനിക്കുമ്പോ കറക്റ്റ് ഭാഗ്യമാണെങ്കിൽ ഇതൊന്നും അല്ല, ആ ലോറി നിറച്ചുള്ള സമ്മാനം 1,05,000 രൂപയാണ് കിട്ടാൻ പോകുന്നത്. നാളെ നമ്മൾ തുടങ്ങാൻ പോകുന്ന നോക്കൌട്ട് റൗണ്ടാണ്. കലിപ്പാണ്. അതായത് ഒരാളെ എന്തായാലും പുറത്തു പോകും. അപ്പൊ ഇത്ര നേരം നമ്മുടെ മത്സരത്തിൽ പങ്കെടുക്കാൻ വെയിറ്റ് ചെയ്യുന്നവർക്ക് ഒരു അവസരം കൂടെ ലഭിക്കാൻ പോവാണ് നാളെ. അപ്പൊ ഇവരുടെ കൂട്ടത്തിൽ ആരാണ് നാളെ ഔട്ടാകാൻ പോകുന്നത്, വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് പുതിയതായിട്ട് ആരാണ് വരാൻ പോകുന്നത് എന്ന് നമ്മൾ അറിയണമെങ്കിൽ, അതിൽ നിന്ന് ജയിച്ച 1,05,000 രൂപയിലേക്ക് ആരാണ് അടുക്കാൻ പോകുന്നതെന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഒരു ദിവസം കൂടെ കാത്തിരിക്കണം. അപ്പോൾ ഞങ്ങൾ പോയിട്ട് നാളെ വൈകുന്നേരം 6 മണിക്ക് തിരികെ വരാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്പെട്ട ഗെയിം ഷോ മൈ ജി ഫ്യൂച്ചർ. അടിച്ച് കേറി വാ. co-branded by KSFE Harmony ചിട്ടികൾ. സ്പെഷ്യൽ പാർട്ണർ ISSD. നിങ്ങൾക്ക് ഒരു ജോലിക്ക് വേണ്ടി പഠിക്കണമെങ്കിൽ ISSD യിൽ പഠിക്കൂ. And happy Jam! See you tomorrow.